അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പഠിതാക്കളെ, അൽഹംദുലില്ലാഹ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസൂലുസ്സുന്ന എന്ന റിസാലയുടെ ഷറഹാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദർസുകളിലായി അള്ളാഹുവിനെ സൃഷ്ടികൾ കാണുന്നതുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ തുടങ്ങിയ വിഷയത്തിലുമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രാമാണിക നിലപാടുകളാണ് നാം മനസ്സിലാക്കിയത്. അതിനുശേഷം ഗ്രന്ഥകർത്താവ് ഉസൂലുസുന്നയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു അഖീദ വിശദീകരിക്കുകയാണ്. ഈ വിഷയത്തിലും ബിദ്അത്തിൻ്റെ ആളുകൾ, ഹവയുടെ ആളുകൾ തെറ്റിപ്പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, വൽ ഈമാനു ബിൽ മീസാനി യൗമൽ ഖിയാമത്തി കമാ ജാ. വൽ ഈമാനു ബിൽ മീസാൻ, മീസാനിൽ വിശ്വസിക്കൽ, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, കമാ ജാ, എപ്രകാരമാണോ ആ വിഷയത്തിൽ തെളിവുകൾ വന്നിട്ടുള്ളത് അതുപോലെ വിശ്വസിക്കുക. യൂസനുൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമ തൂക്കപ്പെടും. ഫലാ യസിനു ജനാഹ ബഊദ, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലും അയാൾക്ക് തൂക്കമുണ്ടാവുകയില്ല. വതൂസനു അഅമാലുൽ ഇബാദ് കമാ ജാഅ ഫിൽ അസർ, അതേപോലെ തന്നെ അടിമകളുടെ അമലുകൾ തൂക്കപ്പെടും. കമാ ജാഅ ഫിൽ അസർ, അസറിൽ വന്നതുപോലെ അഥവാ ഹദീസുകളിൽ വന്നതുപോലെ. വൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, ഈ പറയപ്പെട്ടതിൽ വിശ്വസിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും വേണം. വൽ ഇഅറാദു അമ്മൻ റദ്ദ ദാലിക, അതിനെ തള്ളിയ നിഷേധിച്ച ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും അവരെ അവഗണിക്കുകയും വേണം. വതർക്കു മുജാദലതിഹി, അവരുമായിട്ടുള്ള മുജാദല ഒഴിവാക്കുകയും വേണം, തർക്കം ഒഴിവാക്കുകയും വേണം. അപ്പോൾ ഇവിടെ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഖിയാമത്ത് നാളിൽ സ്ഥാപിക്കപ്പെടുന്ന മീസാനിനെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. ഈ മീസാനിൻ്റെ പ്രത്യേകത 2 കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, യൂസനുൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ മീസാനിൽ അടിമയെ തൂക്കുന്നതാണ്, മനുഷ്യനെ തൂക്കുന്നതാണ്. രണ്ടാമത്തത് വതൂസനു അഅമാലുൽ ഇബാദ്, അടിമകളുടെ പ്രവർത്തനങ്ങളെയും തൂക്കുന്നതാണ്. അപ്പോൾ മനുഷ്യരുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന മീസാൻ, അതിൽ 2 കാര്യങ്ങൾ തൂക്കപ്പെടും. ഒന്ന് മനുഷ്യൻ്റെ കർമ്മങ്ങളെ തൂക്കും, മറ്റൊന്ന് മനുഷ്യനെ തന്നെ തൂക്കും. ഇത് രണ്ടുമുണ്ട്. ഇത് രണ്ടും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൽ ഈമാനു ബിഹി വ തസ്ദീഖു ബിഹി, അതിൽ വിശ്വസിക്കണം, അതിനെ സത്യപ്പെടുത്തണം. വൽ ഇഅറാദു അമ്മൻ റദ്ദ ദാലിക വ തർക്കു മുജാദലതി, അതിനെ തള്ളിയ ആളുകളോട് മുജാദല നടത്തേണ്ടതില്ല, അവരെ അവഗണിക്കുക. ഇവിടെയും ഗ്രന്ഥകർത്താവ് യുക്തിയുടെ പേര് പറഞ്ഞ്, ഹവയുടെ പേര് പറഞ്ഞ് പ്രമാണത്തിൽ വന്നതിനെ തള്ളുന്ന ആളുകൾക്കുള്ള റദ്ദാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് ഇന്നതാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഗ്രന്ഥകർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, അതിന് നേരെ വിപരീതം പറഞ്ഞ ബിദ്അത്തിൻ്റെ ആളുകൾ, ഈ ബിദ്അത്തിൻ്റെ ആളുകൾ എപ്പോഴും നിഷേധം കാണിച്ചിട്ടുള്ളത് ഗൈബിയായ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. അഥവാ അവരുടെ യുക്തിക്ക് യോജിക്കുന്നില്ല, അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ അവർ നിഷേധിച്ചത്. അതിൽപ്പെട്ടതാണ് പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് തൂക്കി നോക്കുക, പ്രതിഫലത്തെ എങ്ങനെയാണ് തൂക്കി നോക്കുക.
നമ്മളൊരു വസ്തുവിനെ തൂക്കി നോക്കുകയാണെങ്കിൽ അതിനൊരു ഖരാവസ്ഥ വേണം. ആ ഖരാവസ്ഥ ഇല്ലെങ്കിൽ അതിനെ എങ്ങനെ തൂക്കി നോക്കും? ഇതാണ് അവരുടെ ചിന്ത. അപ്പോൾ ഒരു വസ്തുവായിരിക്കണമല്ലോ. നമസ്കാരം ഒരു വസ്തുവാണോ? നോമ്പ് ഒരു വസ്തുവാണോ? ഇതിൻ്റെ പ്രതിഫലത്തെ എങ്ങനെയാണ് തൂക്കുക? നോമ്പിനെ തുലാസിൽ വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമല്ലേ, അതിനെങ്ങനെയാണ് തുലാസിൽ തൂക്കാൻ പറ്റുക? അതുകൊണ്ട് തുലാസില്ല. പിന്നെന്താണ് അപ്പോൾ ഖുറാനിൽ പറഞ്ഞതൊക്കെ? അത് ആലങ്കാരിക പ്രയോഗമാണ്. നന്മ തിന്മകളെക്കുറിച്ച് പറയാൻ വേണ്ടി, അതിൻ്റെ ആധിക്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിച്ചൊരു വേർഡ് മാത്രമാണ്. അതല്ലാതെ അത് യഥാർത്ഥത്തിൽ ഇവിടെ തൂക്കുന്നത് പോലുള്ളൊരു സംഭവമൊന്നുമല്ല എന്നവർ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അവരുടെ വാദം യുക്തിക്കും പ്രമാണത്തിനുമെതിരാണ്. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്തും തൂക്കി നോക്കാം, അതിൻ്റെ അളവ് കിട്ടും. അക്കാലഘട്ടത്തിൽ അസംഭവ്യമെന്ന് തോന്നിയത് ഇന്ന് നമുക്ക് തൂക്കി നോക്കാം. ഒരാളുടെ വെയിറ്റ് തൂക്കാം, അയാളുടെ ഒരു പഞ്ചിൻ്റെ ശക്തി എത്രയാണ് എന്ന് പ്രത്യേക മിഷൻ വെച്ച് അളക്കാൻ പറ്റും. ഒരാൾ ഒരു പഞ്ച് ചെയ്താൽ അത് എത്രയാണ്. വായുവിൻ്റെ അളവ് തൂക്കി നോക്കാം, വായുവിൻ്റെ സമ്മർദ്ദം തൂക്കാം. ഇന്ന് വ്യത്യസ്തങ്ങളായ മാപിനികൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കാണാത്ത, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വായുവിൻ്റെ അളവ്, അതിൻ്റെ സമ്മർദ്ദം, അതിൻ്റെ ഒരു തൂക്കം, അതിൻ്റെ ഒരു ഡെൻസിറ്റി തുടങ്ങി നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്നതിനെ വരെ തൂക്കാം. മേഘങ്ങളെ, പുക, എല്ലാറ്റിൻ്റെയും അളവ് കണ്ടെത്താൻ പറ്റുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി വികസിച്ചപ്പോൾ പണ്ട് കാലത്ത് അസംഭവ്യമെന്ന് തോന്നുന്നതിനെയൊക്കെ ഇന്ന് തൂക്കി നോക്കാനുള്ള മാപിനികൾ, വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദുനിയാവിൽ തന്നെ ഇതേപോലെ വ്യത്യസ്ത തൂക്കങ്ങൾ, അളവുകൾ അളക്കാനുള്ള യന്ത്രങ്ങളുണ്ടെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമസ്കാരം തൂക്കി നോക്കാൻ, ഒരാളുടെ നോമ്പ് തൂക്കി നോക്കാൻ, പ്രതിഫലത്തിനെ തൂക്കി നോക്കാൻ, ആ പ്രതിഫലത്തിന് പ്രത്യേകമായ അവസ്ഥകൾ നൽകി അവയെ തൂക്കാനൊക്കെ അള്ളാഹുവിന് കഴിയും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങളെ തൂക്കി നോക്കാവുന്ന രൂപത്തിൽ മാറ്റാൻ അള്ളാഹുവിന് കഴിയും. അതേപോലെ തന്നെ മനുഷ്യനെയും ആ മീസാനിൽ തൂക്കി നോക്കുന്നതാണ്. ഒരാളുടെ ഈമാനിനും ഇഖ്ലാസിനും ഇൽമിനും അനുസരിച്ചാണ് അതിൽ തൂക്കമുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതെങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച് തൻ്റെ ബുദ്ധിക്ക് യുക്തിക്ക് യോജിക്കാത്തതിനെ തള്ളിക്കളഞ്ഞു മതയുക്തിവാദികളായ മുഅ്തസിലിയാക്കളും ഖവാരിജുകളും ജഹമിയാക്കളുമൊക്കെ. അതിന് നേരെ വിപരീതമാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, വതൂസനു അഅമാലുൽ ഇബാദ് കമാ ജാഅ ഫിൽ അസർ. അസറിൽ വന്നതുപോലെ നമ്മളതിൽ വിശ്വസിക്കുന്നു. വൽ ഈമാനു ബിൽ മീസാനി യൗമൽ ഖിയാമത്തി കമാ ജാ, വന്നതുപോലെ വിശ്വസിക്കുന്നു. അതിനപ്പുറത്ത് യുക്തി കൊണ്ടുള്ള അന്വേഷണം, ഗവേഷണത്തിന് പ്രസക്തിയില്ല. ഒരു കാര്യം ഹദീസിൽ സ്ഥിരപ്പെട്ടാൽ, ഖുർആനിൽ സ്ഥിരപ്പെട്ടാൽ അൽഹംദുലില്ലാ നുഅ്മിനു ബിഹി വനുസദ്ദിഖു ബിഹി. ഇനി പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ് വസ്ന്. ഉദാഹരണത്തിന് സൂറത്തുൽ അറാഫിലെ 8-9 ആയത്തുകൾ, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അന്നേ ദിവസം അഥവാ ഖിയാമത്ത് നാളിൽ വസ്ന് തൂക്കി നോക്കുക എന്നുള്ളത് അൽ ഹഖ്, അത് സത്യമാണ് എന്ന് പറഞ്ഞാൽ അതിലാരും സംശയിക്കണ്ട. അതെങ്ങനെയാണ് തൂക്കി നോക്കുക? കർമ്മങ്ങൾ എങ്ങനെ തൂക്കി നോക്കും എന്ന് ചിന്തിക്കണ്ട. അതിനൊക്കെ അള്ളാഹുവിന് കഴിയും. അപ്പോൾ വൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമാ സഖലത് മവാസീനു ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ തുലാസിലാണോ ഘനം തൂങ്ങുന്നത് അവർ വിജയിക്കും. വമൻ ഖഫത് മവാസീനു, ആരുടെ തുലാസിനാണോ ഘനം കുറയുന്നത്, ഫൗലൈകല്ലദീന ഖസിറു അൻഫുസഹും, അവർ സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവരാണ്. ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവർ ദുൽമ കാണിക്കുന്നവരായിരുന്നു. അപ്പോൾ ഇവിടെ 2 കാര്യം മനസ്സിലായി. നന്മയും തൂക്കും, തിന്മയും തൂക്കും. അതുകൊണ്ടാണ് വസ്നിന് തൂക്കം കൂടുക, തൂക്കം കുറയുക എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായും അതിന് 2 തട്ടുണ്ടാകും. അപ്പോൾ 2 തട്ട് അതിനുണ്ടാകും എന്നുള്ളത് ക്ലിയറാണ്. അതേപോലെ തന്നെ ഈ തുലാസിൻ്റെ ഒരു പ്രത്യേകത സൂറത്തുൽ അംബിയയിലെ 47 കാണാം, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ. ഖിയാമത്ത് നാളിൽ നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കപ്പെടും.
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉലമാക്കൾ പറഞ്ഞത് ഒന്നിലധികം തുലാസുകൾ ഉണ്ടാകും. ചില ഹദീസിൽ സൂചനയുണ്ട് ഓരോ വ്യക്തിക്കും ഓരോ തുലാസ് ഉണ്ടാകും. അല്ലാഹു ആലം. വലിയ ഒരു തുലാസും പിന്നെ ഓരോ വ്യക്തികൾക്കും വേറെ വേറെ തുലാസുകളും അങ്ങനെയും ഉണ്ടാകാം. അതാണ് വൽ വസ്നു യൗമ വനഉൽ മവാസീൻ അൽ ഖിസ്ത ലിയൗമിൽ ഖിയാമത്തി ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ. ഒരാളോടും ഒരു ഷെയ്ഖ് പോലും ദുൽമുണ്ടാവില്ല. വ ഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. മിസ്ഖാല ഹബ്ബത്തുൻ മിൻ ഖർദൽ, കടുക് മണിയോളം ചെറുതാണെങ്കിലും അത്തൈനാ ബിഹ, നാം അത് കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യാൻ നാം മതിയായവനാകുന്നു. അപ്പോൾ മിസ്ഖാല ഹബ്ബത്ത് പോലും തൂക്കുന്ന മീസാനാണത്. അത് തൂക്കി നോക്കും. അതേപോലെ തന്നെ വ്യക്തികൾക്ക് തൂക്കമുണ്ടോ? സൂറത്തുൽ കഹ്ഫിലെ 105 കാണാം, ഉലൈകല്ലദീന കഫറൂ ബി ആയാതി റബ്ബിഹിം വലിഖാഇഹി. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെയും അവർ കളവാക്കി. ഫഹബിത്തത് അഅമാലുഹും, അവരുടെ അമലുകൾ അപ്പോൾ ബാത്തിലായി. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ നാം അവർക്ക് യാതൊരു തൂക്കവും നൽകുകയില്ല. ഇവിടെ അത് മനുഷ്യരിലേക്കാണ് ചേർത്ത് പറഞ്ഞത്. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അവർക്ക് ഖിയാമത്ത് നാളിൽ തൂക്കമുണ്ടാവില്ല. അപ്പോൾ അവരുടെ അമലിനെ കുറിച്ചല്ല പറഞ്ഞത്, അവരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുലാസ് എന്നുള്ളത് തൂക്കി നോക്കുന്ന കർമ്മങ്ങളെയും അടിമകളെയും തൂക്കുന്ന തുലാസുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ കൃത്യമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നോക്കൂ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ. 2 കലിമത്തുകൾ നാവിന് വളരെ ഭാരം കുറഞ്ഞതാണ്, എന്നാൽ മീസാനിൽ ഭാരം കൂടിയതാണ്. സഖീലത്താനി ഫിൽ മീസാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മീസാൻ ഉണ്ട് എന്ന് ഹദീസിൽ പ്രവാചകൻ സ്ഥിരപ്പെടുത്തുകയാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട 2 വാക്കുകൾ സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഈ വാക്കുകളാണ്. ഇനി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇഹ്തബസ ഫറസൻ ഫീ സബീലില്ലാഹ്, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കുതിരയെ കെട്ടിയിട്ട് അതിനെ പോറ്റി വളർത്തുകയാണ്. കുതിരയെ യുദ്ധത്തിന് പോകാനും ഇസ്ലാമിന് വേണ്ടിയുള്ള യാത്രകൾക്കും വേണ്ടി ഒരാൾ ഒരു കുതിരയെ സംഘടിപ്പിച്ച് അതിനെ നന്നായി പോറ്റി വളർത്തുകയാണ്. ഈമാനൻ ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, വതസ്ദീഖൻ ബിവഅദിഹി, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട്, പരലോകത്ത് പ്രതിഫലമുണ്ട്, ജിഹാദിന് വേണ്ടി ധനം ചെലവഴിച്ചാൽ അതിന് പ്രതിഫലമുണ്ട് എന്ന അള്ളാഹുവിൻ്റെ കരാറിൽ വിശ്വസിച്ചുകൊണ്ടും അവൻ്റെ വാഗ്ദാനത്തെ സത്യപ്പെടുത്തിക്കൊണ്ടും ആരെങ്കിലും ഒരു കുതിരയെ പോറ്റുകയാണെങ്കിൽ ഫഇന്ന ശബഅഹു വരിയഹു വറൗസഹു വബൗലഹു ഫീ മീസാനിഹി യൗമൽ ഖിയാമ, ആ കുതിരക്ക് ഭക്ഷണം കൊടുത്ത് വയറ് നിറച്ചത്, വെള്ളം കൊടുത്ത് വയറ് നിറച്ചത്, ഇനി ആ കുതിരയുടെ കാഷ്ടം, ആ കുതിരയുടെ മൂത്രം, ഇതൊക്കെ ഖിയാമത്ത് നാളിൽ അതിൻ്റെയൊക്കെ പ്രതിഫലം തൂക്കപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ആ കുതിരയെ പോറ്റിയത്. അപ്പോൾ ആ കുതിര മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിലും കാഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അത് ഇയാൾ ഭക്ഷണം കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ ആ വ്യക്തി ചെയ്ത ആ കുതിരയ്ക്ക് വേണ്ടി ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ഖിയാമത്ത് നാളിൽ തൂക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ അമലുകളുടെ പ്രതിഫലമാണ് ഉദ്ദേശം, ഈ അമലുകളുടെ പ്രതിഫലമാണ് ഉദ്ദേശം. ഇനി ഒരു വേള ഈ കാര്യങ്ങളെ തന്നെ തൂക്കാനും അള്ളാഹു കഴിവുള്ളവനാകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഹദീസുകളിൽ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇമാം അബൂദാവൂദ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖ്, മീസാനിൽ ഏറ്റവും അധികം ഘനം തൂങ്ങുന്നത് സൽ സ്വഭാവമായിരിക്കും. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ് തൂക്കി നോക്കുക? അതാണ് മീസാനിനെ നിഷേധിക്കുന്ന ആളുകൾ അവരുടെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ് മീസാനിൽ വെച്ച് തൂക്കി നോക്കുക? എന്നാൽ നമുക്കറിയാം, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു വ്യക്തികളെ തൂക്കും. അവരുടെ സ്വഭാവം ഉത്കൃഷ്ട സ്വഭാവമാണെങ്കിൽ ഘനം ഉണ്ടാകും, ഉത്കൃഷ്ട സ്വഭാവമല്ലെങ്കിൽ ഘനമുണ്ടാവുകയില്ല. നേരത്തെ റിസാലയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ, അത് സ്വഹിയായ ഹദീസിൽ വന്നതാണ്,
ഒരു വ്യക്തിയെ കൊണ്ടുവരും, തടിച്ചു കൊഴുത്ത വലിയ തടിയുള്ളൊരു മനുഷ്യൻ. പക്ഷേ മീസാനിൽ കൊതുകിൻ്റെ ചിറകിൻ്റെ അത്രയും തൂക്കം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അയാൾക്ക് ഈമാനില്ല, ഇഖ്ലാസില്ല. അപ്പോൾ ഈമാനും ഇഖ്ലാസും ഇല്ലാത്തവർക്ക് തൂക്കമില്ല. ഒരാളുടെ ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും തൂക്കമനുസരിച്ചാണ് അയാളുടെ ഗണം തൂങ്ങുന്നത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലുകൾക്ക് പോലും മീസാനിൽ ഉഹുദ് മലയോളം തൂക്കമുണ്ടാകുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ശരീരത്തിൻ്റെ തൂക്കമല്ല, ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും തൂക്കമാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ നിലക്ക് അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലെല്ലാം മീസാൻ സ്ഥാപിക്കാനും അതിനെ തൂക്കി നോക്കുവാനും റഹ്മാനായ റബ്ബ് കഴിവുള്ളവനാകുന്നു. മാത്രമല്ല ഈ മീസാനിന് 2 തട്ടുകളുണ്ട്. നമുക്കറിയാം, ഭൂമിയിൽ നമ്മൾ തൂക്കി നോക്കുമ്പോൾ തുലാസിന് 2 തട്ടുകളുണ്ടാവും. അതിൽ ഒന്നിൽ നമ്മൾ വസ്തുക്കൾ വെക്കും, മറ്റൊന്നിൽ അതിൻ്റെ തൂക്കം കാണിക്കുന്ന കട്ടകളോ കല്ലുകളോ 1 കിലോഗ്രാം 2 കിലോഗ്രാം അങ്ങനെ വെക്കും. ഇങ്ങനെ 2ഉം കൂടിയാണ് തൂക്കുന്നത്. പരലോകത്തും മീസാനുണ്ട്. അതേപോലെ തന്നെ അതിനൊരു നാവുണ്ടാകും, അഥവാ അളവ് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ, അപ്പോൾ കൃത്യമായൊരു അളവുണ്ടാകും. അതുണ്ടാകുമെന്ന് ചില അസറുകളിൽ വന്നിട്ടുണ്ട്, സ്വഹീഹായ ഹദീസുകളിൽ അത് വന്നിട്ടില്ല. എന്നാൽ സ്വാഭാവികമായും തൂക്കി നോക്കുമ്പോൾ എങ്ങോട്ടാണ് തൂക്കം കൂടുതലെന്നറിയുന്ന ആ അളവുകോൽ അവിടെയും ഉണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാം. ഇങ്ങനെ 2 തട്ടുകളുണ്ടാകും എന്നതിൻ്റെ തെളിവെന്താണ്? ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമ ഫയൻഷുറു അലൈഹി 99 സിജില്ലൻ കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദിൽ ബസർ ثم يقول أتنكر من هذا شيئا أظلمك كتبت الحافظون فيقول لا يا رب فيقول أفلك عذر فيقول لا يا رب. ഒരാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ട് 99 ഏടുകൾ, കർമ്മങ്ങളുടെ രേഖകൾ അയാളുടെ മുന്നിൽ വെക്കും. 99 കർമ്മരേഖകൾ അയാളുടെ മുന്നിൽ വെക്കും. ഓരോ രേഖയും കണ്ണെത്താത്ത ദൂരത്തോളം ഉണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ അയാളുടെ അമലുകൾ മലക്കുകൾ എഴുതി വെച്ച പേപ്പറിൻ്റെ വലിപ്പമാണ്. നോക്കത്താ ദൂരത്തോളം തന്നെ ഒന്നുണ്ടാകും. അങ്ങനത്തെ 99 എണ്ണം അയാൾക്ക് എതിരിലുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്, അയാൾ ചെയ്ത തെറ്റുകളാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, താങ്കളോട് കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ എന്തെങ്കിലും ദുൽമ് ചെയ്തിട്ടുണ്ടോ? കാരണം താങ്കൾ ചെയ്യാത്ത എന്തെങ്കിലും ഇതിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതിൽ നോക്കുമ്പോൾ എല്ലാം അയാൾ ചെയ്തതാണ്. അതുകൊണ്ട് ആ വ്യക്തി പറയും, ലാ യാ റബ്ബ്, എൻ്റെ റബ്ബേ, ഇതിൽ കളവായിട്ടൊന്നും എഴുതിയിട്ടില്ല, അതൊക്കെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അള്ളാഹു ചോദിക്കും, അഫലക ഉദുറുൻ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഉദുർ സ്വീകരിക്കുന്നവനാണ്. നിനക്ക് എന്തെങ്കിലും ഉദുർ പറയാനുണ്ടോ? എന്തെങ്കിലും ഇളവ് പറയാനുണ്ടോ? അപ്പോൾ ആ വ്യക്തി പറയും, ഫയഖൂലു ലാ യാ റബ്ബ്, അള്ളാഹു എനിക്ക് ഉദുറൊന്നുമില്ല, ഇത് തെറ്റൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. ഫയഖൂലു ബല, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അല്ല, ഉദുറുണ്ട്, താങ്കൾക്ക് ഉദുറുണ്ട്. എന്താണത്? ഇന്നലക ഇൻദനാ ഹസന, നിനക്ക് എൻ്റെ അടുക്കൽ ഒരു നന്മയുണ്ട്. എന്താണത്? ഫഇന്നഹു ലാ ദുൽമ അലൈക അൽയൗം, അതുകൊണ്ട് ഇന്ന് നിനക്കെതിരിൽ ഒരു ദുൽമുണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, 99 പേജും ഓരോന്നും കണ്ണെത്താത്ത ദൂരത്തോളം, അതിലൊക്കെ തെറ്റുകളാണുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിനക്ക് എൻ്റെ അടുക്കൽ ഒരു നന്മയുണ്ട്. ഫതഖറുജു ബിതാഖതൻ, അങ്ങനെ ഒരു കാർഡ് പുറത്തെടുക്കും. ഒരു കാർഡ്, ബിതാഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാർഡ് പുറത്തെടുക്കും. ഫീഹ, അതിൽ എഴുതിയിട്ടുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അദ്ദേഹം ഈ തെറ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായിട്ടുണ്ട്. അതാണ് വിഷയം. ഫയഖൂലു ഉഹ്ദുർ വസ്നക്, നിൻ്റെ വസ്നിനെ ഹാജരാക്കും. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വസ്നുണ്ട്. അതാണ് ഉഹ്ദുർ വസ്നക്, നിൻ്റെ തുലാസ കൊണ്ടുവാ, തൂക്കി നോക്കാം. ഫയഖൂലു യാ റബ്ബ്, അപ്പോൾ ആ വ്യക്തി പറയും, എൻ്റെ റബ്ബേ, മാ ഹാദിഹിൽ ബിതാഖത്തു മാ ഹാദിഹി സിജില്ലാത്ത്, 99 ഇത്രയും വലിയ ഏടുകളുള്ളപ്പോൾ ഈ ചെറിയ കാർഡ് കൊണ്ട് എന്ത് കാര്യം? ഇത്രയും വലിയ ഞാൻ ചെയ്ത തെറ്റുകളുടെ രേഖകളാണ് ഇതൊക്കെ. അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളൊരു കാർഡ്, ഈ ചെറിയ ബിത്താഖയും ഇത്രയും വലിയ ഏടുകളും കാണുമ്പോൾ തന്നെ ആ വ്യത്യാസം അറിയാം. എന്ത് കാര്യം?
എന്ന് ചോദിക്കും. ഫഖാല ഇന്നക ലാ തുല്ലം, അപ്പോഴും അള്ളാഹു പറയും നിനക്കെതിരെ ദുൽമില്ല. അങ്ങനെ ഖാല ഫതൂദഉ സിജില്ലാതു ഫീ കിഫ്ഫത്തിൻ, ഈ 99 പേപ്പറുകളും ഒരു തട്ടിൽ വെക്കും. അതാണ് ഫീ കിഫ. വൽ ബിതാഖത്തു ഫീ കിഫത്തിൻ, ഈ ബിതാഖ മറ്റൊരു കിഫയിലും വെക്കും. അപ്പോൾ 2 കിഫയുണ്ട്, അഥവാ 2 തട്ടുകളുണ്ടെന്ന് മനസ്സിലായി. ബിതാഖ് ഒന്നിൽ വെക്കും, ഈ സിജില്ലാത്തുകൾ ഒന്നിൽ വെക്കും. ഫതാശത്തി സിജില്ലാത്തു, അപ്പോൾ ഈ ബിതാഖയുള്ളത് വസഖുലത്തിൽ ബിതാഖ് ഉള്ളതിന് ഘനം തൂങ്ങും, ഈ ഏടുകളുള്ളത് പൊന്തിപ്പോകും, ബിതാഖുള്ളത് താഴും. അപ്പോൾ ഈ 99 വലിയ കെട്ടുകണക്കിന് പേപ്പറുകളെക്കാൾ ഈ ബിതാഖക്കാണ് ഘനം കൂടുതൽ. കാരണം അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹി ഷൈഉൻ, അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ വേറൊന്നിനും തൂക്കം കൂടൂല. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി, തൗഹീദ് സ്വീകരിക്കുന്നതോടുകൂടി അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറക്കപ്പെടുന്ന, അങ്ങനെ മരിക്കുന്ന സമയത്ത് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ച ധാരാളം മനുഷ്യന്മാരുണ്ട്. അതുവരെ അവർ അമുസ്ലിമീങ്ങളായിരുന്നു, ചെയ്തത് മുഴുവൻ തെറ്റാണ്. നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ധാരാളം ആളുകൾ, ചില ആളുകൾ യുദ്ധത്തിലേക്ക് ഡയറക്റ്റ് മുസ്ലിമീങ്ങളായി പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് യുദ്ധത്തിൽ ഷഹീദായി സ്വർഗത്ത് പോയിട്ടുണ്ട്. അവരൊരു വഖ്ത് പോലും നമസ്കരിച്ചിട്ടില്ല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ദൂരദിക്കിൽ നിന്നൊരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞു കൊടുത്തു. ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയുകയും അദ്ദേഹം സഞ്ചരിച്ച ഒട്ടകം ഒരു കല്ലിൽ തട്ടി മറഞ്ഞു വീണ് ആ ഒട്ടകത്തിൻ്റെ അടിയിൽപ്പെട്ട് ആ വ്യക്തി മരിച്ചുപോയി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം സ്വർഗത്തിലാണെന്നാണ്. ഒരു വഖ്ത് പോലും നമസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഇതറിയാതെ ഈ വ്യക്തി, ഇതുപോലുള്ള വ്യക്തികൾ പരലോകത്ത് അവർ ചെയ്ത ജീവിതകാലം മുഴുവൻ ചെയ്ത തിന്മകളുടെ രേഖ അവിടെ ഉണ്ട്. അപ്പോൾ അവർ രക്ഷപ്പെടൂല എന്ന് വിചാരിക്കും. പക്ഷേ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി അതൊക്കെ ക്യാൻസലായി പോകും. അല്ലാതെ ഈ ഹദീസിൽ നിന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര തെറ്റ് ചെയ്താലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് രക്ഷപ്പെടും എന്ന് വിചാരിക്കരുത്. രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്, അവർ സ്വർഗത്തിലെത്തും, സംശയമല്ല. പക്ഷേ നരകശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഇതേപോലെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇളവുകളുണ്ട്. അതാണ് അലക ഉദുറുൻ, നിനക്ക് ഉദുറുണ്ടോ എന്നാണ്. അപ്പം എന്താണ്, അദ്ദേഹത്തിന് അറിയില്ല ഉദുറുണ്ടായിരുന്നു എന്ന്. അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് ഉദുറുണ്ട്. കാരണം എന്താണ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചത്, ആ അംഗീകരിച്ചതോടുകൂടി മറ്റു തിന്മകളൊക്കെ ക്യാൻസലായി പോവുകയാണ്. അപ്പം അദ്ദേഹം അവസാന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ആ ബിതാഖയിൽ മറ്റു കർമ്മങ്ങൾ കൂടി രേഖപ്പെടുത്തപ്പെടുമായിരുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മുടെ ഷാഹിദ്, നമ്മുടെ വിഷയം ആ സബ്ജക്റ്റ് അല്ല. ആ സബ്ജക്റ്റ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മുടെ വിഷയം ഇതിലുള്ള ഫതൂദഉ സിജില്ലാത്തു ഫീ കിഫത്തിൻ വൽ ബിതാഖത്തു ഫീ കിഫത്തിൻ, രണ്ടും 2 തട്ടിലാണ് വെക്കുന്നത്. അപ്പോൾ ഖിയാമത്ത് നാളിലുള്ള ഈ തുലാസിന് 2 തട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്നും സൂചിപ്പിക്കുന്നതാണ്. ഉഹ്ദുർ വസ്നക, നിൻ്റെ വസ്നിനെ കൊണ്ടുപോവാ, എന്നിട്ട് നിൻ്റെ അമൽ തൂക്കി നോക്കുക. അപ്പോൾ ഓരോ ആളുകൾക്കും അവരുടേതായ വസ്നുണ്ട്. അതാണ് വനദഉൽ മവാസീന എന്ന് പറഞ്ഞിട്ടുള്ളത്. മീസാനിൻ്റെ ജംആണ് മവാസീൻ. അപ്പോൾ ഒരുപാട് മീസാനുകൾ ഉണ്ടാകും, അതിന് പുറമെ വലിയ ഒരു മീസാനും ഉണ്ടാകാം. അല്ലാഹു ആലം, അല്ലാഹു ആലം. എന്താണ് അതിന് തെളിവ്? ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു, അൻ സൽമാന യാനി അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യൂദഉൽ മീസാനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മീസാൻ സ്ഥാപിക്കപ്പെടും. ഫലൗ വുസിന ഫീഹി സമാവാതു വൽ അർദു ലവസിഅത്, ഈ കാണുന്ന ആകാശങ്ങളും ഭൂമിയും ഒക്കെ അതിൽ വച്ചാൽ അതിനുള്ള സ്ഥലം അതിലുണ്ട്. അത്രയും വലിയ മീസാൻ, ആകാശഭൂമികൾ മുഴുവൻ അതിൽ ഉൾക്കൊള്ളും. വസ്സമാ റഫഅഹ വവളഅൽ മീസാൻ, അല്ലാഹു അലം അത് ഈ മീസാനാണോ? അപ്പോൾ ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു മീസാൻ. ഫതഖൂലുൽ മലായിക യാ റബ്ബി ലിമൻ യസ്നു ഹാദാ, അല്ലാഹുവേ ഇതാർക്ക് വേണ്ടിയാണ് ഇത് തൂങ്ങുക, അതല്ലെങ്കിൽ ഇത്രയും വലിയൊരു മീസാൻ ഇതെന്തിനാണ്, ആർക്കാണ്? ഫയഖൂലുല്ലാഹു തആല ലിമൻ ശിഅ്തു മിൻ ഖൽഖി, എൻ്റെ സൃഷ്ടികളിൽ ഞാൻ ഉദ്ദേശിക്കുന്നവരെ അവർക്ക് വേണ്ടി തൂക്കം നോക്കാനുള്ളതാണ്. ഫതഖൂലുൽ മലായികത്തു, അപ്പോൾ മലക്കുകൾ പറയും സുബ്ഹാനക മാ അബദ്നാക ഹഖ്ഖ ഇബാദതിക്,
അള്ളാഹുവേ നീ പരിശുദ്ധനാണ്, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ഞങ്ങൾ ചെയ്തിട്ടില്ല. പറയുന്നത് മലക്കുകളാണ്. മലക്കുകളുടെ പ്രത്യേകത എന്താണ്? അവർ സദാസമയവും ഇബാദത്തിലാണ്. മലക്കുകൾക്ക് ഇബാദത്ത് മുറയുന്നൊരു സമയമല്ല. ആ മലക്കുകളാണ് പറയുന്നത്, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട, നീ അർഹിക്കുന്ന അത്രയും ഞങ്ങൾ ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ അത് സൃഷ്ടികൾക്ക് ബോധ്യപ്പെടും. അതാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഇൽമുള്ള ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടും. അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച്, അത് ശരിയായ അറിവാണെങ്കിൽ, ഇഖ്ലാസോടുകൂടി നേടുന്ന അറിവാണെങ്കിൽ അതിനനുസരിച്ച് ഒരാളുടെ ഭയഭക്തി വർദ്ധിക്കും. അവർ ധാരാളമായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യും, ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. കാരണം അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം അവന് നമ്മൾ ഇബാദത്ത് ചെയ്യണം എന്നതിന് ഗൗരവം മനസ്സിലാകുന്നത്. എന്നിട്ടും ചെറിയ അമലുകൾ കൊണ്ട് മനുഷ്യനെ സ്വർഗത്തിലാക്കുന്ന അള്ളാഹു വലിയ കാരുണ്യവാൻ തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ കാരുണ്യവാനാണ്. അള്ളാഹുവിന് അവൻ അർഹിക്കുന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഗണിക്കുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇന്നഹു ലയഅതി റജുലുൽ അദീമുസ് സമീനു യൗമൽ ഖിയാമ. വലിയ തടിച്ചു കൊഴുത്ത ഒരാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ. ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ തൂക്കമുണ്ടാവില്ല. വഖാല ഇഖ്റഉ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെളിവായിട്ട് ഓതിക്കോളൂ, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. ഖിയാമത്ത് നാളിൽ നാം അവർക്ക് യാതൊരു വസ്നും നാം നൽകുകയില്ല. അപ്പോൾ വ്യക്തികളെയും തൂക്കും, കർമ്മങ്ങളെയും തൂക്കും, അതിൻ്റെ പ്രതിഫലത്തെയും തൂക്കുന്നതാണ്. അതാണ് അദബുൽ മുഫ്രദിൽ, ഇമാം ബുഖാരിയുടെ അൽ അദബുൽ മുഫ്രദിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിനെ കുറിച്ച് പറഞ്ഞത്, ലരിജുലു അബ്ദില്ലാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹദിൻ. അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാല് ഉഹദിനേക്കാൾ തൂക്കമുണ്ടാകും മീസാനിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് തൂക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വ്യക്തിയെ തൂക്കുന്നുണ്ട്. അപ്പം നമ്മയൊക്കെ അള്ളാഹു തൂക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തൂക്കമുണ്ടാവാൻ എന്ത് വേണം? തൗഹീദ് ക്ലിയർ ആയിരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ രണ്ട് ഷഹാദകളോട് കൂറ് പുലർത്തണം. അത് പറയുകയും അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ ആശയ ആദർശങ്ങൾക്കൊത്ത് ജീവിതത്തെ ക്രമീകരിക്കുകയും വേണം. 1. 2, ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഇല്ലെങ്കിൽ തൂക്കമുണ്ടാവില്ല. ആത്മാർത്ഥത, ഇഖ്ലാസ് വേണം. തഖ്വ വേണം, അഥവാ ദൈവഭയത്തോടു കൂടി അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും തഖ്വയോടുകൂടി ജീവിക്കണം. പിന്നെ സൽസ്വഭാവികളായിരിക്കണം. കാരണം സൽസ്വഭാവമാണ് മീസാനിൽ ഏറ്റവും കൂടുതൽ ഘനം തൂങ്ങുന്നത്. ദുസ്വഭാവം കാരണത്താൽ അമലുകൾ നിഷ്ഫലമായി പോകും. അതും ശ്രദ്ധിക്കണം. അങ്ങനെ ജീവിതത്തെ വളരെ ഭംഗിയായി ക്രമീകരിച്ചാൽ ഈ പറയപ്പെട്ട മീസാനിൽ ഘനം തൂങ്ങുന്നവരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ചുരുക്കത്തിൽ ഗ്രന്ഥകർത്താവ് ഈ വിഷയം ഇവിടെ കൊണ്ടുവന്നത് ആ മീസാനുമായി ബന്ധപ്പെട്ട വശങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല, മറിച്ച് അങ്ങനെ ഒരു മീസാനുണ്ട്, അതിൽ മനുഷ്യരും കർമ്മങ്ങളും തൂക്കപ്പെടും, അതിൽ യുക്തിവിരുദ്ധമായി ഒന്നുമില്ല. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ പ്രപഞ്ചത്തെ ഈ രൂപത്തിൽ സൃഷ്ടിച്ച റബ്ബിന് എല്ലാത്തരം സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയാം. അള്ളാഹു തോറ്റുപോവുകയില്ല. അതുകൊണ്ട് തന്നെ യുക്തിവാദികളായ ഇതുപോലെയുള്ള പിഴച്ച ആളുകൾ അവരുടെ യുക്തിക്കനുസരിച്ച് പ്രമാണത്തെ തള്ളി ഖുർആനിലെ ആയത്തിനൊക്കെ അവർ ദുർവ്യാഖ്യാനിച്ചു. ഈ പറയപ്പെട്ട ഹദീസുകളെല്ലാം അവർ ദുർവ്യാഖ്യാനിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ എന്തൊരു വിഡ്ഢിയാണ്. അവന് മനസ്സിലാകാത്തതിന് അവൻ നിഷേധിക്കുന്നു. അതിനേക്കാൾ വലിയ യുക്തിരാഹിത്യം വേറെ എന്താണുള്ളത്? ഏറ്റവും വലിയ യുക്തിരാഹിത്യം എന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നതിൻ്റെ പേരിൽ ഒരു കാര്യത്തെ നിഷേധിക്കലാണ് ഏറ്റവും വലിയ യുക്തിരാഹിത്യം. ഇതേ ബുദ്ധിയുടെ പേര് പറഞ്ഞാണ് ഇന്ന് ധാരാളക്കണക്കിന് ഹദീസുകളെ മുസ്ലിമീങ്ങളിൽപ്പെട്ട വലിയൊരു യുക്തിവാദി സംഘം നിഷേധിക്കുന്നത്. അവർ മീസാനിനെ നിഷേധിക്കുന്നവരുണ്ട്, അവരുടെ കൂട്ടത്തിൽ സിറാത്തിനെ, ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നവരുണ്ട്, സിഹറിനെ, കണ്ണേറിനെ നിഷേധിക്കുന്നവരുണ്ട്, അജുവാക്കാരക്കയെ, സംസം വെള്ളത്തിൻ്റെ മഹത്വത്തെ. എന്താണ് അവർ നിഷേധിക്കാൻ പറയുന്ന ന്യായം? അത് യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ്. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഷർറുകളിൽ നിന്നും പിഴച്ച വാദങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിനെ, അഖീദയെ, ഉസൂലുസുന്നയെ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.